മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി ബാധിച്ച മിച്ചോക്കൻ സംസ്ഥാനത്തെ ഒരു നഗരമാണ് അപ്പാറ്റ്സിൻഗാൻ. മയക്കുമരുന്ന് കടത്തു മൂലം ക്രമസമാധാനം തകർന്ന തന്റെ രൂപതാ പരിധിയിലെ സമൂഹത്തിനു വേണ്ടി അപ്പാറ്റ്സിൻഗാൻ രൂപതയുടെ മെത്രാൻ ബിഷപ്പ് ക്രിസ്റ്റോബാൾ ഗാർസിയാണ് ഗാഡലൂപ്പ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്. സമാധാനത്തിനു വേണ്ടി നിലവിളിക്കുന്ന തീർത്ഥാടകർ എന്ന ആപ്തവാക്യവും പേറി 600ഓളം വരുന്ന തീർത്ഥാടകരും ബിഷപ്പിനെ അനുഗമിച്ചു. ഇതിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സമോറോ നഗരം സിറ്റിസൺ കൗൺസിൽ ഫോർ പബ്ലിക് സെക്യൂരിറ്റി ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് പുറത്തിറക്കിയ 2022 റാങ്കിങ്ങിൽ ലോകത്തെ ഏറ്റവും പ്രശ്നബാധിതമായ നഗരങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണുള്ളത്. സമാധാനത്തിനാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്നും അതിനാൽ ഈ നിലവിളി ആകാശവിധാനങ്ങളിലേക്ക് ഉയർത്തണമെന്നും ബിഷപ്പ് പറഞ്ഞു. അരക്ഷിതാവസ്ഥയും അക്രമവും അനുഭവിക്കുന്നവർക്കും പ്രദേശങ്ങളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർക്കും വേണ്ടി ബിഷപ്പ് ഗാഡലൂപ്പയിലെ മറീൻ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു. നിരവധി ആളുകൾക്കും സമൂഹങ്ങൾക്കും ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ തങ്ങളുടെ രൂപതയ്ക്ക് സമാധാനം എന്നത് വളരെ ആവശ്യമായ കാര്യമാണെന്ന് ബിഷപ്പ് ക്രിസ്റ്റോബാൾ ഗാർസിയ വ്യക്തമാക്കി. എല്ലാ മിത്രാന്മാർക്കും ഗാഡലൂപ്പ മാതാവിന്റെ ബസിലിക്കയിലേക്ക് രൂപതാ തീർത്ഥാടനം നടത്താനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1531 മെക്സിക്കൻ കർഷകനായ ജുവാൻ ഡിഗോയ്ക്ക് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് ഗാഡലൂപ്പ ആഗോള ശ്രദ്ധ നേടുന്നത്. തനിക്ക് ലഭിച്ച ദർശനം ബിഷപ്പിന് മുന്നിൽ സ്ഥിരീകരിക്കുവാൻ പരിശുദ്ധ അമ്മ സമ്മാനിച്ച പുഷ്പവുമായി എത്തിയ ജുവാൻ തന്റെ മേലങ്കി ബിഷപ്പിന് മുന്നിൽ തുറന്നപ്പോൾ പൂക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥാനത്ത് ജുവാന് പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം അത്ഭുതകരമായി ആലേഖനം ചെയ്തിരിക്കുകയായിരുന്നു. ഈ ചിത്രമാണ് ഗാഡലൂപ്പയിലെ പരിശുദ്ധ മാതാവ് എന്ന പേരിൽ പ്രസിദ്ധമായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിനായ ന്യൂസ്.